അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. 6 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ അവസാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ എടുത്തിട്ട് എല്ലാ പേപ്പറിലും ഞാൻ പറയുന്ന പോലെ ഉത്തരങ്ങൾ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതാം. ചോദ്യങ്ങളെടുത്ത് ഈ ഭാഗത്തേക്ക് എഴുതരുത്. ഇതാണ് ശരിയായ രൂപം. ഇനി ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ. വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ. ഇവിടെ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 14 തറാവീഹ്, ഹൈല് നിഫാസ്, ലുഹാ നിസ്കാരം, പെരുന്നാൾ ദിവസം, ഹിജറ 2ാം വർഷം. ഇതൊക്കെയാണ് ഉത്തരങ്ങളുള്ളത്. ഇനി നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ. എപ്പോഴാണ് ഈ വില കൂടിയ വസ്ത്രം? അല്ലാതെ നോക്കുകയാണെങ്കിൽ വെള്ള വസ്ത്രമാണ് അഫ്ലൽ. എന്നാൽ വില കൂടിയ വസ്ത്രം അഫ്ലൽ എപ്പോഴാണ്? ഇതാണ് ഉത്തരം. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസമാണ് വില കൂടിയ വസ്ത്രം അഫ്ലലായത്. പെരുന്നാൾ ദിവസം. ഇനി രണ്ടാമത്തെ ചോദ്യം, സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്തുകൾ. സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്തുകൾ നമ്മൾ 7ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് എത്ര എണ്ണമാണ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്തുകൾ എത്രയാണ്? 14 തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ പഠിച്ചല്ലോ, അതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ശരിയായ മുഅ്മിനിൻ്റെ അടയാളം. ശരിയായ മുഅ്മിനിൻ്റെ അടയാളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചല്ലോ 9ാമത്തെ പാഠത്തിൽ. ഏതാണത്? ഇതാണ് അതിൻ്റെ ഉത്തരം. ലുഹാ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ ലുഹാ നിസ്കാരം എന്ന് എഴുതാം. ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ് ലുഹാ നിസ്കാരം. 4ാമത്തെ ചോദ്യം, വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദം. അതൊരു നിസ്കാരം, ഒരു സുന്നത്ത് നിസ്കാരത്തിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോൾ 4ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉത്തരം. തറാവീഹ്. 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ഏതാണ്? തറാവീഹ്. 5ാമത്തെ ചോദ്യം, പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത്. പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം അത് ഇവിടെ ഉണ്ട്. അതാണ് എഴുതി കൊടുത്താൽ മതി. ഇതാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ പിന്നെ 15ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹിജറ 2ാം വർഷമാണ്. ഹിജറ 2ാം വർഷം. ഞാൻ ഷോർട്ടാക്കി ഇതാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണോ അവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇത്. ഇനി 6ാമത്തെ ചോദ്യം എന്താ? നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. നിസ്കാരം നിർവഹിക്കുന്നതിന് ഒരു 4 തടസ്സങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത് ഏതാണുള്ളത്? 1ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചല്ലോ. ഇനി അത് ബാക്കിയുള്ളത്. അതാണ് അതിൻ്റെ ഉത്തരം. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈല് നിഫാസ്. ഹൈല് നിഫാസ്. പിന്നെ 2 ഏതാ നമ്മൾ പഠിച്ചത്? ഭ്രാന്ത്, ബോധക്ഷയം. ഇതൊക്കെയാണ് പഠിച്ചത്. ഹൈല് നിഫാസ്, ഭ്രാന്ത്, ബോധക്ഷയം. ഇവിടെ ഹൈല് നിഫാസുമാണുള്ളത്, അതുകൊണ്ട് അത് അവിടെ എഴുതിക്കാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി വിധികൾ എഴുതാം. 5 ചോദ്യമാണുള്ളത്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി വിധികൾ എഴുതി കൊടുക്കുക. 1ാമത്തെ ചോദ്യം എന്താ? അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീ ധരിക്കൽ. അവയവ വണ്ണം, ശരീരത്തിൻ്റെ ഷെയ്പ്പും വണ്ണമൊക്കെ കാണിക്കുന്ന ടൈറ്റ് വസ്ത്രം, ഇറുകിയ വസ്ത്രം സ്ത്രീ ധരിക്കൽ. എന്താണ് അതിൻ്റെ വിധി? കറാഹത്താണത്. അത് നമ്മൾ പിന്നെ 3ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ. പുരുഷന്മാർക്കാണെങ്കിൽ ഉത്തമമല്ല, സ്ത്രീകൾക്കാണെങ്കിൽ കറാഹത്താണെന്ന് പഠിച്ചല്ലോ. 2ാമത്തെ ചോദ്യം എന്താ? റമദാൻ അവസാന പകുതിയിലെ വിത്റിൽ കുനൂത്ത് ഓതൽ. റമദാനിനെ അവസാന പകുതിയിലെ വിത്റിൽ കുനൂത്ത് ഓതൽ 10ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ വിധി? സുന്നത്താണ്. സുന്നത്ത്. പിന്നെ റമദാനിൽ വിത്റ് ജമാഅത്തായി നിസ്കരിക്കലും അതിൽ കുനൂത്ത് ഓതലും, റമദാൻ അവസാന പകുതിയിലെ വിത്റിൽ കുനൂത്ത് ഓതലും സുന്നത്താണ്. അത് രണ്ടും കൂടിയാണ് പഠിച്ചത്. ഇനി 3ാമത്തത്, തറാവീഹിലെ ഈ 2 റക്അത്തുകളിലും സലാം വീട്ടൽ. തറാവീഹ് 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്തിലും സലാം വീട്ടിട്ട് വേണം നിസ്കരിക്കാൻ. അല്ലാതെ ഒന്നിച്ച് കൂട്ടി നിസ്കരിക്കാൻ പറ്റില്ല. അതിൻ്റെ വിധി നമ്മളെന്താണ് പഠിച്ചത്? നിർബന്ധമാണ് എന്നാണ് പഠിച്ചത്. അപ്പോൾ നിർബന്ധം എന്ന് ഇവിടെ ഇതാം.
തറാവിയിലെ എല്ലാ 2 റക്അത്തുകളും സലാം വീട്ടൽ നിർബന്ധം. 14-ാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട്. ഇനി 4-ാമത്തെ ചോദ്യം എന്താ? 5 വക്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കൽ. 5 വക്ത് നിസ്കാരങ്ങൾ പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കൽ 17-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശക്തിയായ സുന്നത്താണ്. സുന്നത്തുൻ മുഅക്കദത്തുൻ എന്ന് പറയും. ശക്തിയായ സുന്നത്ത്. ശക്തിയായ സുന്നത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നത് കൊണ്ട് അങ്ങനെ തന്നെ എഴുതണം. വെറും സുന്നത്ത് എന്ന് എഴുതിയാൽ പോരാ. ഇനി 5-ാമത്തെ എന്താ? കാരണമില്ലാതെ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ. പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്, ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതാണല്ലോ തഹിയ്യത്ത്. ഒരു കാരണവുമില്ലാതെ അത് ഒഴിവാക്കൽ 11-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? കറാഹത്താണ്. ഇനി 3-ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 4 ചോദ്യം, മൊത്തത്തിൽ 4 ചോദ്യമുണ്ട്. 1-ാമത്തെ ചോദ്യം, ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ ഏറ്റവും കുറഞ്ഞ റുക്കൂഅ്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാം എന്നൊക്കെ പഠിച്ചല്ലോ. അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കൂഅ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ റുക്കൂഅ് എങ്ങനെ വേണം? നമ്മളത് പേജ് നമ്പർ 46 20-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നെറ്റി കാൽമുട്ടുകളുടെ മുൻവശത്തേക്ക്, ഞാൻ ഫുള്ളായിട്ട് എഴുതണില്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് എഴുതി തരാം. നെറ്റി കാൽമുട്ടുകളുടെ മുൻവശത്തേക്ക് നേരിടുന്ന നിലയിൽ കുനിയലാണ്. നെറ്റി കാൽമുട്ടുകളുടെ മുൻവശത്തേക്ക് നേരിടുന്ന നിലയിൽ കുനിയൽ. അതാണ് ഇരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ റുക്കൂഅ്. ഇനി 2-ാമത്തെ എന്താണ്? ഗ്രഹണ നിസ്കാരം പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം. ഗ്രഹണ നിസ്കാരം ചുരുങ്ങിയ രൂപം, പൂർണ്ണമായ രൂപമൊക്കെ ഉണ്ട്. അതിൽ പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം അത് നമ്മൾ പേജ് നമ്പർ 36 അഥവാ 16-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഓരോ റക്അത്തിലും ഒരു നൃത്തവും, ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല, നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് മുഴുവനായിട്ട് എഴുതുക. ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഓരോ റക്അത്തിലും ഒരു നൃത്തവും ഒരു ഖിറാഅത്തും എന്ന് പറഞ്ഞാൽ ഒരു ഫാത്തിഹയും ഒരു ഖിറാഅത്തും ഒരു റുക്കൂഉം കൂടുതലാക്കൽ. ഓരോ റക്അത്തിലും എന്നാദ്യം കൂട്ടി കൊടുക്കണം. ഓരോ റക്അത്തിലും ഒരു നൃത്തവും ഒരു ഖിറാഅത്തും ഒരു റുക്കൂഉം കൂടുതലാക്കൽ എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി 3-ാമത്തെ ചോദ്യം എന്താ? തസ്ബീഹ് നിസ്കാരത്തിൽ തസ്ബീഹിൻ്റെ വചനം. തസ്ബീഹ് നിസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ തസ്ബീഹിൻ്റെ വചനം അത് പേജ് നമ്പർ 29 13-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹ് നിസ്കാരത്തിൽ തസ്ബീഹിൻ്റെ വചനം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4-ാമത്തെ ചോദ്യം, വിത്ർ 3 റക്അത്ത് നിസ്കരിക്കുന്നവൻ ഓതേണ്ട സൂറത്തുകൾ. വിത്ർ ചുരുങ്ങിയത് 1 റക്അത്ത്, കൂടിയത് 11, പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്ത്. അങ്ങനെ 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതല്ല അതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ അവസാനത്തെ 3 റക്അത്തിലൊക്കെ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ 23-ാമത്തെ പേജിൽ തുറന്നു നോക്കിയാൽ കാണാം. പേജ് നമ്പർ 23 10-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അതിൽ 1-ാമത്തെ റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ അഅലയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്താണ്. ചുരുക്കിയിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ എഴുതുമ്പോൾ സൂറത്തുൽ അഅല എന്ന് മുഴുവനായിട്ട് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. 2-ാമത്തെ റക്അത്തിൽ കാഫിറൂൻ സൂറത്താണ്. കാഫിറൂൻ എന്ന് പറഞ്ഞാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്. 3-ാമത്തെ റക്അത്തിൽ 3 സൂറത്തുകളാണ് മുഴുവനായിട്ട് ഓതേണ്ടത്. അതിലൊന്ന് ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അതല്ലാതെ മുഅവ്വിദത്തൈനി പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഫലക്കും നാസും. അപ്പോൾ ഇങ്ങനെ ഇതാണ് 3 റക്അത്തുകളിലായിട്ട് ഓതേണ്ട സൂറത്തുകൾ. ഇനി 4-ാമത്തെ ആക്ടിവിറ്റി സമയം എഴുതാം. ഇവിടെ 3 നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിസ്കാരങ്ങളെ സമയം എഴുതാനാണ്. 1-ാമത്തത് സ്വലാത്തുൽ കുസൂഫൈൻ അഥവാ 2 ഗ്രഹണ നിസ്കാരങ്ങളുണ്ടല്ലോ, സൂര്യഗ്രഹണ നിസ്കാരം അതേപോലെ ചന്ദ്രഗ്രഹണ നിസ്കാരം. ഇതിൻ്റെയൊക്കെ സമയം നമ്മൾ പേജ് നമ്പർ 35 16-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ് സമയം? ഗ്രഹണം തുടങ്ങിയത് മുതൽ ഏതുവരെയാണ്? അത് ഗ്രഹണം തുടങ്ങിയത് മുതൽ
അവസാനിക്കുന്നത് വരെയാണ് ഈ നിസ്കാരങ്ങളെ സമയം. ഞാൻ ചുരുക്കിയിട്ടാണ് എഴുതുന്നത്. ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ. ഇനി രണ്ടാമത്തേത് എന്താ? സ്വലാത്തുൽ ഈദൈൻ, 2 പെരുന്നാൾ നിസ്കാരങ്ങളെ സമയം. അത് നമ്മൾ 33-ാമത്തെ പേജിൽ അഥവാ 15-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് അതിൻ്റെ സമയം. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെ. ഇനി 3-ാമത്തെ നിസ്കാരം ഏതാ? സ്വലാത്തുൽ ളുഹ നിസ്കാരത്തിൻ്റെ സമയം. അത് നമ്മൾ 21-ാമത്തെ പേജിൽ 9-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം സൂര്യൻ ഉദിച്ചത് മുതലല്ല, സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഉദിച്ചത് മുതൽ എന്ന് എഴുതിച്ച കാര്യമില്ല. ഉദിച്ച് ഉയർന്നത് മുതൽ ഉച്ചവരെയാണ് അതിൻ്റെ സമയം. ഉച്ചവരെ. സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഉച്ചവരെ. ഇനി 5-ാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 4 ചോദ്യമാണുള്ളത്. 1-ാമത്തെ ചോദ്യം, മസ്ബൂക്ക് എന്നാൽ ആരാണ് മസ്ബൂക്ക്? പിന്തിത്തുടർന്നവൻ എന്ന് എഴുതിച്ചിട്ട് കാര്യമില്ല. അത് അതിൻ്റെ അർത്ഥമാണ്, അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്, നിർവചനം എഴുതണം. അത് നമ്മൾ പേജ് നമ്പർ 44 അഥവാ 19-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇമാമിൻ്റെ നൃത്തത്തിൽ, ഞാൻ ഷോർട്ടാക്കി തരാം, ഇമാമിൻ്റെ നൃത്തത്തിൽ ഫാത്തിഹക്ക് അല്ലെങ്കിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവൻ. ഇമാമിൻ്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പരീക്ഷ ഇങ്ങനെ ചോദ്യം വന്നാൽ മുഴുവനായിട്ട് എഴുതണേ. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. 2-ാമത്തെ ചോദ്യം, സുജൂദ് വേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തവർ തലയിണ പോലെയുള്ളവ വെക്കൽ വാജിബാണ് എപ്പോൾ? സുജൂദ് ശരിക്ക് ചെയ്യാൻ കഴിയണില്ല, അങ്ങനത്തെ ആളുകൾ തലയിണ ഉണ്ടല്ലോ, തലയിണ പോലുള്ളവ വെക്കൽ വാജിബാണ് എപ്പോൾ? ഇതിൻ്റെ ഉത്തരം നമ്മൾ 46-ാമത്തെ പേജിൽ അഥവാ 20-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. തലയേക്കാൾ ചന്തി ഉയർത്താൻ കഴിയുമെങ്കിൽ, അതാണ് എൻ്റെ ആൻസർ. തലയേക്കാൾ ചന്തി ഉയർത്താൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? തലയിണ പോലുള്ളവ വെക്കൽ വാജിബാണ്. ഇനി 3-ാമത്തെ ചോദ്യം, ആട് മാട് ഒട്ടകങ്ങളെ കാണുമ്പോൾ തക്ബീർ സുന്നത്താണ് ഏതു ദിവസങ്ങളിൽ? ആട് മാട് ഒട്ടകങ്ങൾ ഇതിനൊക്കെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് ഏത് ദിവസങ്ങളിലാണ്? ഇത് നമ്മൾ 34-ാമത്തെ പേജിൽ 15-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അത് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടതാണല്ലോ. ദുൽഹിജ്ജ 10 ദിവസം 10 ദിവസം 1 മുതൽ 10 വരെ. അപ്പോൾ ദുൽഹിജ്ജ 10 ദിവസം എഴുതിയാൽ മതി. ആടുമാട് ഒട്ടങ്ങളൊക്കെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇനി 4-ാമത്തെ ചോദ്യം എന്താ? സുജൂദു സഹവ് എന്നതിൽ സഹവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സുജൂദു സഹവ്, മറവിയുടെ സുജൂദ് എന്നുള്ളൊരു പാഠം നമ്മൾ 6-ാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. 13-ാമത്തെ പേജ് 6-ാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. എന്താണ് സഹവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സഹവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിൽ സംഭവിക്കുന്ന, നമ്മൾ ആ പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, നിസ്കാരത്തിൽ സംഭവിക്കുന്ന എന്താണ്? ചില ഇടർച്ചകളാണ്. നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് ഇവിടെ സഹവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറവി എന്നാണ് അർത്ഥമെങ്കിലും ഉദ്ദേശിക്കുന്നത് എന്താണ്? നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകൾ. ഇനി 6-ാമത്തെ ആക്ടിവിറ്റി, 2 വീതം എഴുതാം. 3 ചോദ്യങ്ങളാണുള്ളത്. ഈ 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട്. 1-ാമത്തെ ചോദ്യം എന്താ? തുടർച്ച സ്വഹീഹാകാനുള്ള ഷർത്തുകൾ. തുടർച്ച, ഇമാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ തുടർച്ച സ്വഹീഹാകാനുള്ള ഷർത്തുകൾ. പേജ് നമ്പർ 41 പാഠം 18 പഠിക്കുന്നുണ്ട്. നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. 1, തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി തുടർച്ചയെ കരുതൽ. 2, ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുന്താതിരിക്കൽ. 3, ഇമാമിൻ്റെ പോക്കുവരവുകൾ മഅ്മൂം അറിയൽ. 4, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. 5, നിസ്കാരത്തിൻ്റെ പ്രവർത്തികളിൽ മഅ്മൂം ഇമാമിനെ പിന്തുടരൽ. ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. 2-ാമത്തത് ഇമാമിൻ്റെ ഷർത്തുകൾ.
അത് നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്? ഇമാമിൻ്റെ ഷർത്തുകൾ പേജ് നമ്പർ 39 പാഠം 17 ഇമാമിൻ്റെ ഷർത്തുകൾ പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇമാമിൻ്റെ ഷർത്തുകൾ? മഅ്മൂം പുരുഷനോ ഖുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക. രണ്ടാമത്തത്, മഅ്മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. 3, ഇമാം മറ്റൊരാളോട് തുടർന്ന് നിസ്കരിക്കുന്നവൻ അല്ലാതിരിക്കുക. 4, ഇമാം നിസ്കാരം മടക്കൽ വാജിബായവൻ അല്ലാതിരിക്കുക. 5, മഅ്മൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹായിരിക്കുക. അങ്ങനെ 5 ഷർത്തുകളോടെ പറയുന്നുണ്ട്. അതിൽ ഏതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അങ്ങനെ ചോദ്യം വന്നാൽ അങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തെ എന്താ? ഖുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാവാനുള്ള ഷർത്തുകൾ. ഖുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ള 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 5ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കാണാം. എന്തൊക്കെയാണ്? 1ാമത്തെ ഷർത്ത്, ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കുക. ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കും. ഞാൻ പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. പേജ് നമ്പർ 5 പാഠം 2. ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കുക 1ാമത്തത്. 2, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക. 3, ഉള്ളിലേക്ക് വെള്ളം കടക്കുന്നതായിരിക്കൽ. 4, ഖുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ. 5, പൂർണ്ണമായ വുളൂ ചെയ്ത ശേഷം ധരിച്ചതായിരിക്കൽ. ഇങ്ങനെ 5 ഷർത്തുകൾ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി. ഇവിടെ 2 വീതം എഴുതാമെന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഇത് പൂരിപ്പിക്കാനുള്ളതാണ്. 1ാമത്തെ ചോദ്യം, പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ ഡാഷ് അല്പം പിന്തി നിൽക്കണം. പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ എവിടെയാണ് അല്പം പിന്തി നിൽക്കേണ്ടത്? നമ്മൾ 18ാമത്തെ പാഠത്തിൽ പഠിച്ചു. വലഭാഗത്ത്, വലതുഭാഗത്ത് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വലതുഭാഗത്ത് നിന്ന് എഴുതാം. അപ്പോൾ പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ വലതുഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. 2, തഹജ്ജുദ് നിസ്കാരം റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം ഡാഷ് നീളമാക്കലാണ്. തഹജ്ജുദ് റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം എന്ത് നീളമാക്കലാണ്? 12ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു, നൃത്തം നീളമാക്കലാണ്. അപ്പോൾ അതാണ് നൃത്തം എന്നവിടെ ചേർത്ത് കൊടുക്കാം. 3ാമതായിട്ട്, സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. സുന്നത്തായ ഇബാദത്തുകൾ കുറേ ഉണ്ട്, അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ഏത്? 8ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു, സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതമായതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. 4ാമത്തത്, ഹലാലായ യാത്രയിലെ ഡാഷ് ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. ഹലാലായ യാത്രയിലെ എന്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. 5ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.